பாசம் என்னை கிள்ளுகின்றது, அடி பஞ்சு மெத்தை முல்லை போல கொத்துகின்றது. நெஞ்சுக்குள்ளே ராட்டினங்கள் சுற்றுகின்றது, கண்கள் தூக்கம் கெட்டு மத்தளங்கள் கொட்டுகின்றது. கண்ணே உன் முந்தானை காதல் வலையா, உன் பார்வை குற்றால சாரல் மழையா. அன்பே உன் ராஜாங்கம் எந்தன் மடியா, நீ மீட்டும் பொன்வீணை எந்தன் இடையா. कृतां नायगानं खगाधीशयानं विमुक्तेर्निदानं हरारातिमानं स्वभक्तानुकूलं जगद्वृक्षमूलं निरस्तार्थशूलं भजेऽहं भजेऽहम् समस्तामरेशं विवेकाभकेशं कृतां नायगानं खगाधीशयानं विमुक्तेर्निदानं हरारातिमानं स्वभक्तानुकूलं जगद्वृक्षमूलं निरस्तार्थशूलं भजेऽहं भजेऽहम् समस्तामरेशं विवेकाभकेशम् ಇಂದಿನ ಈ ವೇದಿಕೆಯಲ್ಲಿ ನಮ್ಮ ಅತಿಥಿಗಳಾಗಿ ತುಂಬಾ ಹತ್ತಿರದವರೆಲ್ಲ ಬಂದಿದ್ದಾರೆ. ಅವರನ್ನು ಈಗ ನಾವು ಪರಿಚಯ ಮಾಡ್ತೇನೆ. ಅವರಿಗೊಂದು ಶುಭಾಶಯ ಬಂದದಕ್ಕೆ. ಹಾಗೂ ನಮ್ಮ ಜಿಲ್ಲಾ ವನಿತಾ ವಿಂಗಿನ ನಮ್ಮ ಪ್ರೆಸಿಡೆಂಟ್ ಆದ ನಮ್ಮ ನನ್ನ ಪ್ರೀತಿಯ ಆಧಾರದ ಸ್ವಾಗತ. ಹಾಗೂ ನಮ್ಮ ರಕ್ಷಾಧಿಕಾರಿ, ನಮಗೆ ಮೊದಲು ರಕ್ಷಾಧಿಕಾರಿ ಆದರು, ಈಗ ಜಿಲ್ಲೆಯಲ್ಲಿ ರಕ್ಷಾಧಿಕಾರಿಯಾಗಿ ಈಗಲೂ ನಮ್ಮ ಬೆಂಬಲಕ್ಕೆ ನಿಂತಿದ್ದಾರೆ ಅಜೀಜ್ ಅವರು. ಅವರಿಗೂ ನಮ್ಮ ಪ್ರೀತಿಪೂರ್ವಕ ತಿಳಿಸ್ಲಿಕ್ಕೆ ಮಾಡಲಿಕ್ಕೆ ನಮ್ಮಿಂದ ಕೆಲಸ ಮಾಡಿಸ್ಲಿಕ್ಕೆ ಅವರೆಷ್ಟು ಎಂತ ಚೊರಚರೆ ಮಾಡಿದ್ರೆ ಸಹ ಒಮ್ಮೆ ಸಿಟ್ಟು ಬರ್ತದೆ, ಆದರೆ ಇಲ್ಲ, ಅವರು ಹೇಳುವ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಪ್ರೋಗ್ರಾಮ್ ಚಂದ ಆಗುವುದರಿಂದ ಅವರು ಮೇನ್ ಕಾರಣ ಎಲ್ಲದಕ್ಕೂ. ಅದನ್ನು ಎರಡು ಮಾತಿಲ್ಲ, ಎಲ್ಲ ಇಷ್ಟೊಂದು ನಡೆದಂಥ ಪ್ರೋಗ್ರಾಮಲ್ಲಿ ಅವರು ಎತ್ತಿದ ಕೈ. ആദ്യം അവർക്ക് കൂടെ പ്രീതിപൂർവക പ്രവർത്തനങ്ങളാണ് ഓരോ യൂണിറ്റിൽ നടക്കുന്നത്. ഓണക്കളികളൊക്കെ ആയി നമുക്ക് നമ്മുടേതായിട്ട് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നല്ല സന്തോഷം. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പം എൻ്റെ യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ പിലിക്കോട് യൂണിറ്റ് എന്ന് ചെറിയ യൂണിറ്റാണ്. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഓരോ ആൾക്കാർ, പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ വനിതാവിലേക്ക് വരികയും അതിനൊന്നിച്ച് പ്രവർത്തിക്കാനൊക്കെ കൂടുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. വ്യത്യസ്തമായ ഓരോ പരിപാടികളും വനിതാവിൻ്റെ എല്ലാ യൂണിറ്റുകളിലും നടക്കുന്നുണ്ട്. വനിതാ ദിനമായാലും മറ്റെന്ത് വിശേഷ ദിവസങ്ങളിലൊക്കെ ഓരോരോ പരിപാടികൾ. നീലേശ്വരം യൂണിറ്റ് വനിതാ ദിനത്തിന് നല്ലൊരു പരിപാടി അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്കറി മേള, ഓരോരോ ആൾക്കാരും ഓരോ ഇലക്കറി വിഭവങ്ങളുമായി കൊണ്ടുവന്ന് അതവിടെ പ്രദർശിപ്പിച്ച് ഒരു മത്സരം ആയി സംഘടിപ്പിച്ച് നല്ല പ്രവർത്തനങ്ങളാണ് ഓരോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു ചീവന യൂണിറ്റിന് വേണ്ടിയാണ് ഓണപരിപാടിക്ക് പോയപ്പോൾ 75ഓളം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നത്. അത് ഓരോ വനിതാവിൻ്റെ മെമ്പർമാരും അവരവരുടെ വീട്ടിൽ നിന്ന് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാം എന്താ പറയേണ്ടത്, നമ്മൾ ഓണത്തിൻ്റെ എല്ലാ വിഭവങ്ങളുമായി 2 തരം പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടത് വളരെ സന്തോഷം തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇനി നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അതുപോലെ നമ്മുടെ വനിതാവിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ് നിങ്ങളുടെ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടി. അപ്പോൾ നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തെ എഴുതുന്നുണ്ട്. അതുപോലെ ജില്ലയുടെ പ്രവർത്തനങ്ങളായാലും വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. നമ്മുടെ മാതൃസംഘടനയോട് ചേർന്ന് നിന്നുകൊണ്ട്, തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഏത് സമര പരിപാടിയായാലും എന്തായാലും അതിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം വനിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ പരിപാടി തിരുവാതിരയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടിട്ട് എന്തായാലും പോകുന്നുള്ളൂ. ഇനിയും കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക്. അതുപോലെ നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയാണ്. സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 10 വരെ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ഷോപ്പിലും ചെന്ന് പുതിയ പുതിയ ആൾക്കാർ വനിതാവിൻ്റെ പ്രവർത്തകരെ ഇതിലേക്ക് ചേർത്ത് കൂടുതൽ അംഗങ്ങളെ ചേർക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ജില്ലാ കമ്മിറ്റിയുടെ, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അധ്യക്ഷ ഇന്നത്തെ കാസർഗോഡ് വനിതാവിൻ്റെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റുമായ രേഖ മോഹൻദാസ്, നമ്മുടെ
വനിതാവി കാസർഗോഡ് യൂണിറ്റിൻ്റെ ഇൻചാർജ് റീത പത്മരാജ്, സുരീത പിള്ള, കമലനിസ, നമ്മുടെ കോർഡിനേറ്റർ ജയീത ചന്ദ്ര, അനിത. മാവേലിയുടെ ഐതിഹ്യം. പക്ഷെ മാവേലിയുടെ ഐതിഹ്യം ഉണ്ടാവുമ്പോൾ മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി മാവേലി നമ്മളെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നു. പക്ഷെ മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയതായിട്ട് നമ്മൾ ഏടെ പരിശോധിച്ചാലും അങ്ങനെ കാണാൻ പറ്റും. മഹാബലി അസുര രാജാവായ മഹാബലി ഇങ്ങനെ വാമനന്റെ അടുത്ത് വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോ 3-ാമത്തെ അടി അത് അളക്കാൻ വേണ്ടി സ്ഥലമില്ലാതപ്പോ അദ്ദേഹം തല താഴ്ത്തി കൊടുത്തപ്പോ വാമനന്റെ, അതായത് വിഷ്ണുവിന്റെ പാദസ്പർശനേറ്റ് അദ്ദേഹത്തിന്റെ അഹങ്കാരം ഇല്ലാതാവുകയും അദ്ദേഹത്തെ സ്വർഗത്തേക്കാൾ ഉയർന്ന ഒരു സുതലത്തിലേക്ക് അതിന്റെ രാജാവാക്കി വിഷ്ണു കൊണ്ടുപോയി. അവിടെ ആ രാജാവിന്റെ സുതലം എന്ന ആ പ്രദേശത്തെ രാജാവിന്റെ പരിചാരകനായി വാമനൻ, അതായത് വിഷ്ണു സന്തോഷത്തോടെ കൂടി അവിടെ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മാനാന്തരങ്ങളിൽ ഇന്ദ്രനായി വാഴിക്കാമെന്ന് വരം നൽകുകയും ഈ ലോക അവസാനം വരെ, പ്രളയം മൂലം ലോകം അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ പ്രജകളെ ഐശ്വര്യത്തോടു കൂടി സന്ദർശിക്കാനുള്ള വരവും നൽകി എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അതുപോലെ തന്നെ പല ഐതിഹ്യങ്ങളുണ്ട്. ശ്രീബുദ്ധന്റെ ബോധോദയവുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസമാണ് തിരുവോണം ആഘോഷിക്കുന്നതെന്നും, അതുപോലെ നമ്മുടെ പരശുരാമന്റെ ഐതിഹ്യങ്ങളായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഈ പെരുമാളുണ്ടല്ലോ, കേരളത്തിന്റെ രാജാവ്, പെരുമാൾ രാജാവ്, അദ്ദേഹം മക്കത്ത് പോയ ദിവസം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് മലബാർ മാനുവൽ എന്ന പുസ്തകത്തിൽ നമ്മുടെ സാഹിബ് എഴുതി വെച്ചിട്ടുണ്ട്. മലബാർ മാനുവലാണ് ആധുനിക കേരളത്തിന്റെ ഒരു ചരിത്ര ഗ്രന്ഥം എന്ന നിലയിൽ പലരും കാണുന്നത്. അതില് ലോകൻ എന്ന സാഹിബ് ഈ പെരുമാൾ രാജാവിന്റെ മക്ക സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഓണത്തിനെ കുറിച്ച്. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാല്, ഇന്ന് ഈ നമ്മുടെ ഇന്നത്തെ ഈ നാളുകളിൽ ഓണം നമ്മുടെ മതമല്ല എന്ന് ആഘോഷിക്കുന്ന 2 വിഭാഗങ്ങൾ. അസുരരാജാവിനെ എന്തുകൊണ്ട് കൊണ്ടാടുന്നു എന്ന് ഒരു ഭാഗത്തും, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് മറുഭാഗത്തും ആഘോഷിക്കപ്പെടുന്ന ഈ നാളുകളിൽ ഈ 2 വിഭാഗത്തിന്റെയും മുഖത്തേക്ക് കാർപ്പിച്ചു തുപ്പിക്കൊണ്ട് നമ്മൾ ഒരുമയോടെ, ഐശ്വര്യത്തോടെ, സന്തോഷത്തോടെ കൊണ്ടാടുന്ന ഈ മലയാളികൾ കൊണ്ടാടുന്ന ഒരു ദിനമാണ്, അല്ലെങ്കിൽ ഒരു ഉത്സവമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. എന്നുവെച്ചെങ്കിൽ എല്ലാ ഇങ്ങനെയുള്ള വിഭാഗത്തിലുണ്ടാവുന്ന ഈ നെഗറ്റീവ് തിങ്കിങ്സും ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി എല്ലാവരും അവരവർക്ക് സൗകര്യമുള്ള രീതിയിൽ വിശ്വസിച്ചോളൂ, അത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ മഹാബലിക്കായിട്ട് ഇപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചു കാലം മുമ്പ് വരെ, ഇപ്പോഴത്തെ എനിക്ക് അറിഞ്ഞൂടാ, കുറച്ചു കാലം മുമ്പ് വരെ മഹാബലിക്കായിട്ട് ക്ഷേത്രങ്ങളില്ല, മഹാബലിക്കായിട്ട് ശ്ലോകങ്ങളില്ല, കീർത്തനങ്ങളില്ല. മഹാബലിയെ ദൈവിക പരിരക്ഷയോടെ കാണുന്നവരുണ്ട്, ഒരു ചക്രവർത്തിയുടെ പരിരക്ഷയോടെ കാണുന്നവരുണ്ട്,
അതുപോലെ ഇങ്ങനെ പല രീതിയിൽ കാണുന്നവരുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, മഹാബലിയെ ഒരു നന്മയുടെ അവതാരമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്, കേരള ജനത കാണുന്നത്. ആ ഒരു നന്മ അവതരിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം, ദേശീയോത്സവം. അത് എപ്പോൾ മുതലാണ് ദേശീയോത്സവം അറിയാം ആർക്കെങ്കിലും? ഇവിടെ ഇരിക്കുന്നവർക്ക് ഔദ്യോഗികമായിട്ട് കേരളത്തിന്റെ ദേശീയോത്സവം ആയിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് ഓണം. എനിബഡി? 1961 ആരാണ് പ്രഖ്യാപിച്ചതെന്നോ? പട്ടംതാളുമില്ല കേരള മുഖ്യമന്ത്രി അന്നത്തെ 1961 ആണ് കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് ഓണത്തിനെ പ്രഖ്യാപിക്കും. അപ്പൊ ഈ ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ്, അതല്ലെങ്കിൽ സാംസ്കാരിക ഉത്സവമാണ്. അതൊക്കെ ശരി. പക്ഷെ നമ്മള് ചരിത്രം പരിശോധിച്ചാൽ അത് മലയാളികളെ അടിച്ചെടുത്തതാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ചരിത്രം നമ്മള് പരിശോധിച്ചു കഴിഞ്ഞാൽ മധുരൈ കാഞ്ചി എന്ന് പറയുന്ന ഒരു കൃതി, മധുരൈ എന്ന സ്ഥലത്ത് അവരുടെ തിരുമാൽ, അതായത് വിഷ്ണുവിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് അവിടെ ഓണം, തിരുവോണം കൊണ്ടാടാറുണ്ടായിരുന്നു. അത് പിന്നെ അന്നത്തെ ദ്രാവിഡ ദേശം ആഫ്റ്റർ ഡെത്ത് ഒരു ആദ്യ വർഷങ്ങളിൽ, അപ്പൊ അന്നത്തെ ദ്രാവിഡ ദേശത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലേക്ക് അത് വ്യാപിച്ചു എന്നാണ്. അന്ന് മധുരയും കേരളമൊക്കെ ദ്രാവിഡ ദേശത്തിന്റെ ഭാഗമാണ്. അപ്പൊ അന്ന് മധുരയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലേക്ക് വ്യാപിച്ചു എന്നാണ് ഈ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓണത്തിനെ കുറിച്ചിട്ട് കുറെ ഐതിഹ്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കറിയാം അതൊക്കെ. അതെ, ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്ന വാക്കിനെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. കാരണം എന്ന് വെച്ചെങ്കിൽ ഞാൻ നിങ്ങളുടെ കോർഡിനേറ്റർ ആയിരുന്നു കുറച്ച് 2 വർഷം മുമ്പ്. ഞാൻ നിങ്ങളിൽ ഒരാളാണ്. ഇപ്പോ ജില്ലയുടെ കോർഡിനേറ്റർ ആയതുകൊണ്ട് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണമെന്ന് പറയുമ്പോൾ അത് നിരസിക്കാൻ പറ്റാത്തത്. അതല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ ഈ ആഘോഷ പരിപാടി സംബന്ധിക്കും. ഞാനും കൂടി ഉൾക്കൊണ്ടുണ്ട് ഇതിന്റെ ഭാഗവാക്കായിക്കൊണ്ട് നടത്തേണ്ട ഓണാഘോഷ പരിപാടിയാണ്. അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഈ ഓണാഘോഷ പരിപാടിയിൽ വന്നിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ എന്താ പ്രസംഗിക്കണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓണം കേരളത്തിന്റെ ദേശീയോത്സവം. എല്ലാ മലയാളികളും ഓണാഘോഷിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഓണത്തിനെ കുറിച്ച്? എന്നാലും എന്റെ ചെറിയ നിരീക്ഷണങ്ങൾ ഞാനിവിടെ പറയാം. അടക്ക, കുരുമുളക്, ഗ്രാമ്പൂ ഇങ്ങനെയുള്ള നമ്മുടെ വിലപിടിപ്പുള്ള അന്നത്തെ കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ കപ്പലുകൾ വരുന്നത്. അപ്പൊ ഈ കപ്പലുകൾ വരുമ്പോ ഈ സ്വർണ്ണമായിട്ടാണ് അവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് പണ്ടുള്ള ആളുകള് ഈ ചിങ്ങമാസത്തിനെ പൊന്നിൻ ചിങ്ങമെന്നും പൊന്നോണം എന്നൊക്കെ വിളിക്കും. അപ്പൊ അന്ന് ഇതൊരു വ്യാപാരോത്സവം കൂടിയാണ്, കൊയ്ത്തുത്സവം. ആ കൊയ്ത്തിനേക്കാളും ഈ കൊയ്ത്ത് വ്യാപാരം ചെയ്യുന്നതാണ് ഒരു ഉത്സവം. അപ്പൊ കൊയ്ത്തുത്സവം എന്നും വ്യാപാരോത്സവം എന്നൊക്കെ അറിയപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാരോത്സവം എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു താല്പര്യമാണ്, നമ്മുടെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ ഏതായാലും നമുക്ക് വ്യാപാരികൾക്ക്, മർച്ചൻസ് വനിതാവിനെ, ഇങ്ങനെ എല്ലാവരെയും, എല്ലാ വിഭാഗക്കാരെയും, എല്ലാ ഭാഷ സംസാരിക്കുന്നവരും, എല്ലാ സംസ്കാരമുള്ളവരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളെല്ലാം ഒന്നാണ്. നമുക്കിതില് പ്രത്യേകിച്ചിട്ട് മതമില്ല, വിശ്വാസമില്ല. നമുക്ക് ഇതൊരു നന്മയുടെ പ്രതീകമാണ് ഈ ഓണം. അപ്പൊ നമ്മൾ ആ നന്മയെ ആഗ്രഹിക്കുന്നു, കാംക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഓണാഘോഷം നടത്താൻ കാസർഗോഡ് മർച്ചൻസ് വനിതാ വിങ്ങിന് സാധിച്ചു. അതേപോലെ തന്നെ
കാസർഗോഡ് മർച്ചൻസ് വനിതാ വിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓഗസ്റ്റ് 9 ഒരു പരിപാടി നടത്തി. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഓണം ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്താ പറയുക, നല്ലൊരു ഓണമായിരുന്നു ഇന്ന്. ആ ഫസ്റ്റ് ഇത് തന്നെ നല്ലതായിരുന്നു. മാവിലി വരുന്ന ഇതൊക്കെ ഫോട്ടോ എടുപ്പും ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഒരുപാട് ടെൻഷൻ എടുക്കേണ്ടി വന്നു. എക്സ്പെഷ്യലി നമ്മുടെ വെഞ്ഞൊന്ന് മാറി ഒരുപാട് ഇടയ്ക്ക് കുറേ തടസ്സങ്ങൾ വന്നിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇന്നലെയോടെ നല്ല ഭംഗിയായിട്ട് എല്ലാം ആവുമെന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ വരാൻ തുടങ്ങി. അവസാനം വരെയുള്ള ഏകദേശം നമുക്കെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വന്നു. അപ്പം എനിക്ക് അധികം നേരം ഞാൻ ഈ സ്പീച്ച് കൊണ്ടുവന്നില്ല. ബിക്കോസ് നമുക്ക് ഈ കുറേ പരിപാടികളുണ്ട്, കുറേ ആൾക്കാർ ഡാൻസസും കുറേ ഗെയിംസും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ഓണം. ചെയ്യാൻ പറ്റിയത് ഇന്നലെ 1 മണി മുതൽ തുടങ്ങിയ ഈ പൂക്കളം ഏകദേശം 10 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തകർ ഇവിടെ ഒരുക്കുന്നത്. അതിനാദ്യമായി ഇവർക്ക് എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി. പിന്നെ ഈ മാവിയെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ ഇത് വിശദമായി സംസാരിച്ചു. ഇവർക്ക് എല്ലാവർക്കും അറിയുന്നതിന് പോലും നല്ല രീതിയിലാണ് സംസാരിച്ചത്. ഇതിനെപ്പറ്റി നല്ല ഐതിഹ്യമാണ്, നമുക്കും ഒന്ന് പഠിക്കാൻ പറ്റി. ഇതെന്താണെന്നുള്ളത് നമുക്കറിയാത്തൊരു കാര്യമായിരുന്നു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ വന്ന മാവേലി, നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ സാധാരണ ഒരു മാവേലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തടിയും വടിയും വണ്ടും ഒക്കെ ഉള്ളതാണ്. ഈ വനിതാവിന് അതല്ല, ഒരു വനിതയെ തന്നെ ഇവിടെ ഒരു മാവേലിയായി തെരഞ്ഞെടുത്തത് ആദ്യമായി അവർക്ക് എൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ കൂടുതലായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇവിടെ കുറേ പരിപാടികൾ നമുക്ക് നടത്താനുണ്ട്. ഈ ഓണാഘോഷ പരിപാടികൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞാൽ വനിതാ വിങ് മർച്ചൻസ് അസോസിയേഷൻ, അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന നമ്മളെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമുക്ക് അവരെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. എന്തായാലും നമ്മളെ സ്ഥാപനം തുറന്നാലേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊരു ശരിയായ കാര്യമാണ്. അപ്പം ഇത് ഒരു സൺഡേ ആണ് വെച്ചതെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും ഇവിടെ ക്ഷണിക്കായിരുന്നു. ഹോള് നിറച്ചും ആളുണ്ടായിട്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ആലോചിക്കാമെന്ന് ഞാൻ എൻ്റെ ഭാരവാഹികളോട് പറയുന്നു. കാസർഗോഡ് വനിതാ വിങ് സംഘടിപ്പിച്ച ഈ ഓണ പരിപാടി എന്തുകൊണ്ടും വളരെ ഗംഭീരമായിരുന്നു. ഇതിൽ നമ്മൾക്ക് ഓർക്കാനുള്ളത്, നിങ്ങളൊക്കെ ഓരോ പ്രദേശങ്ങളിലുള്ള സ്ത്രീകളാണ്. നമ്മൾ ഈ വനിതാ വിങ്ങിൽ കൂടി നിങ്ങൾ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. വ്യാപാരികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ ഇങ്ങനെയുള്ളൊരു സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സാധിക്കൂ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുമല്ല, ഇതിനേക്കാളും അപ്പുറം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാസർഗോഡ് യൂണിറ്റിൽ 1000-ഓളം മെമ്പറുള്ള ഈ സംഘടനയുടെ ഒരു പോഷക സംഘടന എന്ന നിലയിൽ വനിതാ വിങ്ങിന് ഏറ്റവും ഒരു പ്രാധാന്യം നൽകുന്ന ഒരു സംഘടനയായി മാറി. ഇന്ന് നമ്മൾക്കറിയാം, വ്യാപാരികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ വിമർശിച്ചുകൊണ്ടും നമ്മളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. വൻകിട കുത്തകകൾക്ക് കയറി വരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ചെറുകിട വ്യാപാരികളെ പാടെ ഇല്ലാതാക്കുന്ന ഒരു നിയമ സംവിധാനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നത്. അതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമ്മളൊരു യൂണിറ്റിയായി പ്രവർത്തിച്ചേ മതിയാവും. കാസർഗോഡ് യൂണിറ്റിൽ 1000-ഓളം നമ്മുടെ മെമ്പറായിട്ടുണ്ടെങ്കിലും 4000-ഓളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട് കാസർഗോഡ് പട്ടണത്തിൽ. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഈ വനിതാ വിങ് വളരെയധികം മെമ്പർമാരെ സ്വരൂപിച്ചുകൊണ്ട് അടുത്ത ഓണമാകുമെങ്കിലും നിങ്ങളൊരു
500 മെമ്പറെങ്കിലും ആക്കിക്കൊണ്ട് വളരെ നല്ലൊരു സംഘടന സെറ്റപ്പ് നിങ്ങൾ ഉണ്ടാക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ എത്ര ദൂരെ ടൂർ പോയി വന്നാലും പിറ്റേ ദിവസം എവിടേക്ക് പോകാൻ അവർ റെഡിയാണ്. ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, നമ്മൾക്ക് ഈ പോയ ക്ഷീണം മാറുന്നതിന് മുമ്പ് സ്ത്രീകൾ തയ്യാറാണ് എവിടെ വേണമെങ്കിലും പോകാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്. ഞാൻ പല പ്രാവശ്യം എൻ്റെ ഭാര്യയോട് പറയുന്നൊരു കാര്യമുണ്ട്. നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത്. സുചിത്ര പിള്ളയെ പോലെയും മറ്റാശാ രാധാകൃഷ്ണനെ പോലെയും മറ്റ് എല്ലാം ഒന്നിനൊന്ന് മികവുള്ള വിദ്യാഭ്യാസത്തിലാണെങ്കിലും കഴിവിലാണെങ്കിലും എല്ലാം പ്രാതിനിധ്യം തെളിയിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പ്രയാസമില്ലാതെ വളരെ നല്ല സംഘടന കെട്ടിപ്പടുത്താൻ അവർക്ക് കഴിയും. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന നിങ്ങളെ നന്ദി അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. നടക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല പ്രവർത്തനമാണ് നമ്മുടെ കാസർഗോഡ് വനിതാ വിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഉച്ചക്കത്തെ വളരെ വിഭവസമൃദ്ധമായ ഓണസദ്യ അനുഭവിച്ച് അറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. കാസർഗോഡ് വനിതാ വിംഗ് ജില്ലാ വനിതാ വിംഗിന്റെ പരിപാടിയിൽ വളരെ നല്ല മേന്മയുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയും വരുന്ന നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ പരിപാടിക്കും കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. എനിക്ക് 2 വാക്ക് സംസാരിക്കുവാൻ നന്ദി അറിയിക്കുന്നു. വെൽക്കം സ്പീച്ച് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ജനറൽ സെക്രട്ടറി നമ്മുടെ വനിതാ കാസർഗോഡിൻ്റെ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് നന്ദി അറിയിക്കുന്നു. ചീഫ് ഗസ്റ്റ് ആയ നമ്മുടെ വനിതാ വിംഗ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും സിസിനെ നന്ദി അറിയിക്കുന്നു. കാസർഗോഡ് യൂണിറ്റിൻ്റെ ഇൻചാർജ് റീത്ത പത്മരാജിനെ നന്ദി അറിയിക്കുന്നു. ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് വനിതാ വിംഗ് സുചിത്ര പിള്ളയെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ രക്ഷാധികാരി ജലീൽ തച്ചങ്ങാട് എന്നിവരെ നന്ദി അറിയിക്കുന്നു. ಸ್ವಾಗತ. ಅದು ನಮ್ಮ ರಕ್ಷಾಧಿಕಾರಿ ನಾಗಸುದ್ದಿ ಎಲ್ಲ ಬರ್ತಾರೆ. നമ്മുടെ കാസർഗോഡ് മർച്ചന്റ്സ് വനിതാ വിംഗ് കോർഡിനേറ്റർ കൂടിയായ
അവരെ നമ്മൾ വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.